ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യക മാതാവിൻ്റെ ജനനത്തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. ജനനത്തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ദൈവമാതാവിലൂടെ നമുക്ക് നടന്നു നീങ്ങാം. ഈ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറിയത്തിൻ്റെ സമർപ്പണമാണ് നാം ഈ ജനനത്തിരുനാളിൻ്റെ ഈ വേളയിൽ വിചിന്തനത്തിനും ധ്യാനത്തിനുമായിട്ട് എടുക്കുന്നത്. സമർപ്പണം എന്നുള്ള ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഏത് ജീവിത സാഹചര്യങ്ങളിലും ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. മറിയം ദൈവത്തിൻ്റെ മുൻപിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക്, നിൻ്റെ ഹിതം, നിൻ്റെ പദ്ധതികൾ എന്നിൽ നിറവേറട്ടെ. ഇതൊരു വലിയ സമർപ്പണമാണ്. മറിയം പരിപൂർണമായിട്ടും ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ തന്നെ അടിയറവ് വയ്ക്കുകയാണ്. മറിയത്തിൻ്റെ ജീവിതത്തിൽ ഇനി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒന്നുമില്ല, ഒന്നും തന്നെ ഇല്ല, എന്തെങ്കിലും എടുത്തു പറയാനായിട്ടില്ല, ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണോ പ്രതീക്ഷിക്കുന്നത്, ദൈവം എന്താണോ മറിയത്തിലൂടെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിനെ പൂർണ്ണമായിട്ട് മറിയം തന്നെ തന്നെ ഒരുക്കുന്നു, സജ്ജമാക്കുന്നു. ഇതൊരു വലിയ കാഴ്ചപ്പാടാണ്. അതോടൊപ്പം തന്നെ ഒരു ഹൃദയത്തിൻ്റെ തുറവിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ജീവിത സാഹചര്യത്തിലും വിജയകരമായ അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമുക്കും ഇതുപോലെ ഒരു സമർപ്പണമുണ്ടാകണം. നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാകട്ടെ, നമ്മൾ ചെയ്യുന്ന വിദ്യാഭ്യാസമാകട്ടെ, മറ്റേതെങ്കിലും കലാപരമായ നമ്മുടേതായ കഴിവുകളാകട്ടെ, ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമുക്കൊരു സമ്പൂർണമായ സമർപ്പണം ഉണ്ടാകണം. അപ്പോൾ ഇതിനേക്കാളെല്ലാം അധികമായിട്ട് മറിയം ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുന്നു. ഈ സമർപ്പണം അവളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്കും മഹത്വത്തിനുമൊക്കെ കാരണമായി. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലും നമുക്ക് വലിയ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കാരണം ആകേണ്ടത് നമ്മുടെ സമർപ്പണമാണ്. ഏത് ജീവിത അവസ്ഥയിലും ഒരു വ്യക്തി തന്നെ തന്നെ സമർപ്പിക്കുക. ഒരുപക്ഷെ അത് നമ്മുടെ ഒരു പ്രൊഫഷനാകാം, നമ്മുടെ ഒരു ജോലിയാകാം, നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമാകാം, നമ്മുടെ ദൗത്യങ്ങളാകാം. ഇവിടെ ഒരു പരിപൂർണമായ ആത്മാർത്ഥമായ സമർപ്പണം നമുക്കുണ്ടാകണം. കൊച്ചുകുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾക്ക് ചെറുപ്പം തന്നെ അവർക്ക് നമ്മൾ ഒരു സമർപ്പണത്തിൻ്റെ മനോഭാവം പകർന്നു കൊടുക്കാൻ തയ്യാറാകണം. വിവാഹ ജീവിതത്തിലായിരിക്കുന്ന ഭാര്യയും ഭർത്താവും ആ ദമ്പതികൾ തങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുമ്പോഴാണ് ജീവിതം വിജയകരമായി മാറുന്നത്. ഒരു പുരോഹിതനാകട്ടെ, ഒരു സന്യാസിയാകട്ടെ, ഒരു സന്യാസിനിയാകട്ടെ, ജീവിതം പരിപൂർണമായി സമർപ്പിക്കുക, ദൈവിക പദ്ധതികൾ, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം അനുഗ്രഹവും സമാധാനവും സന്തോഷവും ആനന്ദകരവുമായി മാറുന്നു. ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ ഈ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കൊക്കെയും പലപ്പോഴും അവരുടെ ആ സമർപ്പണത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധികളും പ്രയാസം നിറഞ്ഞതുമായി മാറുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ ഈ ജനനത്തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഈ ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കാം. ഒരു സമ്പൂർണമായ സമർപ്പണം. അത് കേവലം നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ദൈവികമായ ഇടപെടലിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ ദൈവം നമ്മിലൂടെ എന്താണോ ഈ ലോകത്തിന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ തിരുനാളിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.